എല്ലാവർക്കും സുഖമല്ലേ മക്കളെ? ഇപ്പം മണി 7 കേട്ടോ. നല്ല സൂര്യപ്രകാശം കേട്ടോ. ശരി, അമ്മക്കളുടെ ഇന്നത്തെ പുതിയ വീഡിയോ കാണിക്കാം. എൻ്റെ മക്കളെ, സൂര്യൻ അങ്ങോട്ട് ഉദിച്ച് വെയിൽ കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാം കൂടെ കയറി ഇങ്ങ് വന്നു കേട്ടോ. ഇത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ ഒരിക്കലും ഇത്രയും സ്പീഡായിട്ട് അത് വരത്തില്ല കേട്ടോ. അത്രയ്ക്കും സ്പീഡിലാണ് കയറി വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കും എന്തുവാന്ന്, പച്ചക്കറി വെക്കുന്ന എല്ലാ ഇടവും നിങ്ങളൊന്ന് നോക്കിക്കുക കേട്ടോ. എല്ലാ വർഷവും ഇങ്ങനെയാണ്, തന്നെ കിളിച്ചും കയറി വന്നോളൂ. മക്കളെ, അമ്മക്കളുടെ പച്ചക്കറി തോട്ടം കിടക്കുന്നത് കണ്ടോ? നമ്മുടെ ബോക്സ് ഒക്കെ അടിച്ചതെല്ലാം നിങ്ങൾ കണ്ടതാ. പച്ചക്കറികൾ പറിക്കുന്നതല്ല എന്താ കിടക്കുന്നത്. ഇത് മുഴുവൻ ഇനി വലിച്ചു പറിച്ച് കളഞ്ഞ് വളം പിന്നെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്യണം. ഇപ്പം മൊത്തം ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങ് വരെ നിൽക്കുന്നത് കണ്ടോ? കഴിഞ്ഞ വർഷത്തെ ബീൻസിന്റെ കമ്പുകളായി നിൽക്കുന്നതെല്ലാം വേണ്ടിയതും വേണ്ടാത്തതും എല്ലാം കിളിച്ച് നിൽപ്പുണ്ട്. ഇതെല്ലാം ബ്രൊക്കോളിയുടെ ഒക്കെ കമ്പുകൾ നിൽക്കുന്നുണ്ടോ. ഓ എൻ്റെ കർത്താവ്, ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ ഇനി എത്ര നേരം ആകുമെന്നറിയാം. അതിലും ചിലതൊക്കെ നമുക്ക് നല്ല സാധനം ഉണ്ടല്ലോ. ഇത് കണ്ടോ, വെളുത്തുള്ളി എവിടെയോ 1-2 അല്ലി നിന്നാന്ന് തോന്നുന്നു കിളിച്ച് വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല നമുക്ക്. അതുപോലെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാ വന്നതെന്ന് ഞാൻ കാണിക്കാം. ഇതാ പുതിന ഇഷ്ടം പോലെ, അത് എപ്പോഴും വരുമല്ലോ. ബ്രൊക്കോളി ഉണ്ട്, കേൾച്ചീരയുണ്ട്, അത് കുറേ എണ്ണം കിളിച്ച് വന്നിട്ടുണ്ട്. വെളുത്തുള്ളി ഇഷ്ടം പോലെ കിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഈ പ്രാവശ്യം ഇനി വെളുത്തുള്ളി ഇനിയിപ്പോൾ നടാൻ നേരവുമില്ല, സമയം കഴിഞ്ഞു പോയി. ഇത് കണ്ട പൂ നിൽക്കുന്നേ, അത് കളയത്തില്ല, അത് ഫ്രണ്ടിൽ കൊണ്ട് വെക്കണം എനിക്ക്. പിന്നെ പട്ടാണിയുടെ കമ്പും കോരി എല്ലാം നിപ്പുണ്ട് ഇവിടെ. ഇത് കണ്ടോ, നമ്മുടെ ഗാർഡനിൽ നിൽക്കേണ്ട ചെടികളെല്ലാം ഇവിടെ കിളുത്ത് വന്നിരിക്കുന്നത്. അതോ പച്ചക്കറി നടാൻ വന്ന കൂട്ടത്തിൽ വീണതാണ്. ഇതേതായാലും ഇങ്ങനെ ഞാൻ പറിച്ചെടുത്തോണ്ട് പോയി അവിടെ ഫ്രണ്ടിൽ അതിന്റെ കൂട്ടത്തിൽ നടാൻ പോവാം. കണ്ടോ എൻ്റെ മക്കളെ, ഈ പൂ കാഴ്ചയ്ക്ക് എന്തില്ലാന്നറിയാമോ? ഇതെല്ലാം കേൽച്ചീരയാണ്. 4 വെറൈറ്റി ഉണ്ടായിരുന്നല്ലോ. ആ ചീരയെല്ലാം ഞാൻ കഴിഞ്ഞ വർഷം പറിച്ച് കളയാഞ്ഞോണ്ട് അത് അങ്ങനെ നിന്ന് മുഴുവനും പൂവായി. ഇനി ഇതിപ്പം അടുത്ത് എന്തെങ്കിലുമൊക്കെ നടണമെങ്കിൽ ഇവിടെ എല്ലാം ക്ലിയർ ആക്കിയെങ്കിലേ ചെയ്യാനൊക്കത്തുള്ളൂ. നല്ല രസമില്ലേ കാണാൻ പൂ വന്നിരിക്കുന്നത്. ഇതെല്ലാം വിത്താകും, പക്ഷെ ഇത്രയും വിത്ത് എടുത്ത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് കുറച്ച് പറിച്ച് കളയാൻ പോകും. 2 മൂട് നിർത്തും കാര്യം വിത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് മുഴുവൻ വലിച്ച് പറിച്ച് കളഞ്ഞ് ക്ലീൻ ചെയ്ത് കുറച്ച് വളം കൂടിയിട്ട് മിക്സ് ചെയ്ത് ഇതിനകത്ത് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. വയലറ്റ് കളറിലൊക്കെ ചെടിയുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ നിർത്തിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അടുത്ത ഇനി ക്ലീനിങ്ങും അതെല്ലാം ഞാൻ പുറകാലെ നിങ്ങളെ കാണിക്കാം. ക്ലീനിങ്ങിന് ഇറങ്ങിയപ്പോഴാണ് ഇതിന്റെ കാര്യം ഓർമ്മ വന്നത്. എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം. ഈ നിൽക്കുന്ന എന്താണെന്ന് മനസ്സിലായോ? ഇതിന്റെ ഹൈറ്റ് പോകുന്നുണ്ടോണേ. ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോയിൽ ഇട്ടതാ സൂര്യകാന്തി പൂ. ഭയങ്കര വലുതായിട്ട് വന്നു. 4 ചപ്പാത്തിയുടെ സൈസിലുണ്ടായിരുന്നു ഒരു പൂവെന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ എൻ്റെ പഴയ വീഡിയോ നോക്കിയാൽ അറിയാം കേട്ടോ. അതിന്റെ വെറും കമ്പാണ്, ഉണങ്ങി നിൽക്കുന്നുണ്ടോ? അതേ കണ്ടോ, മണ്ടയില ഒടിഞ്ഞു പോയി. അടിഭാഗം മാത്രം കുറച്ചേ നിൽക്കുന്നുള്ളൂ കണ്ടോ. ഇപ്പോൾ വലിച്ചു പറിക്കണം ഇപ്പോൾ. അപ്പം അമ്മക്കളുടെ വീഡിയോ ഇന്നത്തെ ഇതുകൊണ്ട് നിർത്തുവാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ നാളെ കാണാം കേട്ടോ. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണം അമ്മക്കളിയെ കേട്ടോ. മറക്കല്ലേ, എല്ലാം കൂട്ടുകൂടാൻ മറക്കരുത് കേട്ടോ.